ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ പേപ്പർ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അതിലാദ്യം എനർജി, ഊർജം എന്താണ് എന്നറിയണം. എന്താണ് എനർജി? എബിലിറ്റി ടു ഡു വർക്ക്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. എല്ലാ എനർജി രൂപങ്ങൾക്കും എനർജി ഫോംസിനും പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്ന സംഗതികളെ മാത്രമാണ് നമ്മൾ എനർജി ആയിട്ട് കണക്കാക്കാറുള്ളൂ. ഇനി എനർജിയുടെ യൂണിറ്റാണ്. സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് സിസ്റ്റം പരിഗണിച്ചു കഴിഞ്ഞാൽ എനർജിക്ക് ജൂൾ എന്ന യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. J എന്നാണ് നമ്മൾ കാണിക്കാറുള്ളത്. എനർജിയുടെ എക്സാമ്പിൾസ് നോക്കാം. ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ എനർജിക്കുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എനർജിയുടെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി സോഴ്സസ്, ഊർജ്ജ സ്രോതസ്സുകളുടെ വർഗീകരണം. എനർജി സോഴ്സസിനെ പ്രധാനമായിട്ടും കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ആദ്യമായിട്ട് കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്താണ് എന്ന് നോക്കാം. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്? സോഴ്സ് ഓഫ് എനർജി വിച്ച് കനോട്ട് ബി റീയൂസ്ഡ്, പുനരുപയോഗിക്കാൻ സാധിക്കാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനത്തത്. ഇതിനെ നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നും പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനർനിർമ്മിക്കാൻ സാധിക്കില്ല. അതെടുക്കും തോറും അതിൻ്റെ അളവ് പ്രകൃതിയിൽ കുറഞ്ഞു വരും. എക്സാമ്പിൾസ് നോക്കുക. കോൾ, പെട്രോളിയം, വുഡ്, കൽക്കരി, പെട്രോളിയം, വിറക്, അതൊക്കെയാണ് കൺവെൻഷണൽ എനർജി സോഴ്സസിന് ഉദാഹരണം. അടുത്തത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. എനർജി സോഴ്സസ് വിച്ച് ക്യാൻ ബി റീയൂസ്ഡ്, പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് അത് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. അത് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നും അറിയപ്പെടാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനർനിർമ്മിക്കാൻ സാധിക്കുന്നത്. അതെത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ അളവ് പ്രകൃതിയിൽ കുറയുന്നില്ല, അങ്ങനെയുള്ളതാണ്. ഉദാഹരണങ്ങൾ നോക്കുക. സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഭൂമിയിൽ നിന്നുള്ള ഊർജം, അതുപോലെ തന്നെ തിരമാലകളിൽ നിന്നുള്ള ഊർജം. ഇതൊക്കെയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യൂണിറ്റുകളുടെ പേര് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. എന്താണ്? ഊർജത്തെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമാണ് സാധിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് ഒരു പ്രവർത്തനവും പരിഗണിച്ചാലും, പ്രകൃതിയിലെ ഏതൊരു പ്രവർത്തനം പരിഗണിച്ചാലും അതിലെല്ലാം ഒരു ഊർജ്ജരൂപം മറ്റൊരു ഊർജ്ജരൂപമായിട്ട് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ കുറേ ഊർജ്ജങ്ങൾ പഠിച്ചു. ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, സോളാർ എനർജി, അങ്ങനെ കുറേ എനർജി ഫോംസ് പഠിച്ചു. ഏതൊരു ഭൗതിക പ്രവർത്തനം നടക്കുമ്പോഴും ഒരു ഊർജ്ജം മറ്റൊരു ഊർജ്ജമായി മാറുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്ന ഉപകരണം പരിഗണിക്കുക. അതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം, ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കുന്നു, ലൈറ്റ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി കൺവേർട്ടഡ് ടു ലൈറ്റ്. ഇനി ഫാന്, ഇലക്ട്രിക് ഫാന് പരിഗണിക്കുക. നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, അത് കറങ്ങുകയാണ് അല്ലേ? കറങ്ങുമ്പോൾ അതിലുണ്ടാകുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജം അഥവാ മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ ഫാനിൽ ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. ഇനി നോക്കുക, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ബൾബും ഇലക്ട്രിക് ഫാനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ എനർജി സോഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സായിട്ടാണ് ഇലക്ട്രിസിറ്റിയെ പരിഗണിക്കാറുള്ളത്. ഇനി നമ്മൾ പഠിച്ച നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്
പ്രവർത്തിക്കുന്ന 2 ഡിവൈസസും അതിൽ നടക്കുന്ന എനർജി കൺവേർഷനും ഒന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് സോളാർ പാനൽ. സോളാർ പാനൽ കണ്ടിട്ടില്ലേ? ഒരു സോളാർ പാനലിൽ കുറേ സോളാർ സെല്ലുകളുണ്ട്, സോളാർ ബാറ്ററികളുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് ഈ സോളാർ പാനലിൽ സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി വന്ന് പതിക്കുന്ന സമയത്ത് അത് ചാർജ് ചെയ്യപ്പെടുകയാണ്. ഒരു ബാറ്ററി ചാർജ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെല്ല് ചാർജ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിലുള്ള എനർജി കെമിക്കൽ എനർജിയാണ്, രാസോർജ്ജമാണ്. അപ്പോൾ അവിടെ സോളാർ പാനലിൽ സംഭവിക്കുന്നത് സോളാർ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. അങ്ങനെ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു, സംഭരിക്കപ്പെടുന്നു. ഇനി നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് ലാമ്പുകളും അതുപോലെയുള്ള വൈദ്യുത ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാറുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ സംഭരിച്ച് വെച്ചിട്ടുള്ള കെമിക്കൽ എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ സോളാർ പാനലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ, അത് സോളാർ എനർജി വന്ന് പതിക്കുന്ന സമയത്ത് സോളാർ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതുപയോഗിച്ചുകൊണ്ട് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ആ കെമിക്കൽ എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നു. ഈ രീതിയിലാണ് സോളാർ പാനലിലുള്ള എനർജി കൺവേർഷൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കാറ്റാടികൾ ഉപയോഗിക്കാറുണ്ട്. കാറ്റാടിപ്പാടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? തമിഴ്നാട് ഭാഗത്തൊക്കെ നമുക്ക് കാണാം അല്ലേ? വിൻഡ് മിൽ എന്നാണ് നമ്മൾ പറയുക, വിൻഡ് മിൽ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നല്ല കാറ്റടിക്കുന്ന സമയത്ത് ആ വിൻഡ് മില്ല് പ്രവർത്തിക്കും, കാറ്റാടികൾ നന്നായിട്ട് കറങ്ങും. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്നത് വിൻഡ് എനർജി, ആ വിൻഡ് എനർജി എന്തായിട്ട് മാറുകയാണ്? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുകയാണ്. വിൻഡ് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിസിറ്റി. ശരിക്ക് വിൻഡ് എനർജി ഇതിനെ കറക്കുന്ന സമയത്ത് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. കറങ്ങുന്ന സാധനങ്ങളിലുള്ള എനർജി മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ വിൻഡ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു, പിന്നെ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലും മതി, വിൻഡ് എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങളിൽ നടക്കുന്ന എനർജി കൺവേർഷൻസ് ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിക് ബൾബിലും ഇലക്ട്രിക് ഫാനിലും. അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങളിൽ നടക്കുന്ന എനർജി കൺവേർഷൻസും ഡിസ്കസ് ചെയ്തു. സോളാർ പാനലും വിൻഡ് മില്ലും. ഓക്കെ, അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് നമ്മൾ പറഞ്ഞത്. അതുപ്രകാരം ഒരു എനർജി മറ്റൊരു എനർജി ഫോമായിട്ട് മാറും. ഏതൊരു ഉപകരണം പ്രവർത്തിക്കുമ്പോഴും ഏതൊരു ഭൗതിക പ്രവർത്തനം നടക്കുമ്പോഴും ഒരു എനർജി മറ്റൊരു എനർജി ആയിട്ട് മാറുക മാത്രമേ ചെയ്യുള്ളൂ. എനർജിയെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക്സ് ആണ്. ഈ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഈ പേപ്പറിൽ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വളരെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഇതൊക്കെ ഒന്നുകൂടി പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഗതികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ കുറേ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെയാണ് ഈ പേപ്പറിൽ പരിചയപ്പെടുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ സോളാർ എനർജി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു സംഗതിയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് സോളാർ എനർജി, അല്ലെങ്കിൽ യൂസസ് ഓഫ് സോളാർ എനർജി. അത് ഒന്ന് പറയാം. സോളാർ എനർജിയെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾക്കാണ്? പവർ പ്രൊഡക്ഷൻ. സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? അതുകൊണ്ട് പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹൗസ് ഹീറ്റിംഗ്. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ വീടിൻ്റെ ഉൾഭാഗം ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് സോളാർ എനർജി ഉപയോഗിക്കാറുണ്ട്. അവർ റൂഫൊക്കെ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് വീട് ചൂടാവാൻ വേണ്ടിയിട്ട് ഉപകരിക്കും. എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷണറൊക്കെ ഉണ്ട്. കുക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോളാർ കുക്കറൊക്കെ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ മെൽറ്റിംഗ് ഓഫ് മെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചില മെറ്റൽസിനെയൊക്കെ മെൽറ്റ് ചെയ്യാൻ വളരെ ഹൈ ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരും. മെറ്റൽസിനെ ഉരുക്കണമെങ്കിൽ വലിയ ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരും. അപ്പോൾ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ഡിവൈസസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള സോളാർ എനർജി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉരുകാൻ വേണ്ടിയിട്ട് ഉയർന്ന ടെമ്പറേച്ചർ ആവശ്യമായിട്ടുള്ള അത്തരം മെറ്റൽസിനെയൊക്കെ മെൽറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സോളാർ എനർജിയുടെ യൂസസ്. പവർ പ്രൊഡക്ഷൻ, ഹൗസ് ഹീറ്റിംഗ്, എയർ കണ്ടീഷനിങ്, കുക്കിംഗ്, ഹൈ ടെമ്പറേച്ചർ മെൽറ്റിംഗ് ഓഫ് മെറ്റൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷൻ ഓഫ് സോളാർ എനർജി ഓർമ്മ ഉണ്ടാവും. സൺസ് എനർജി റീച്ചസ് ദ എർത്ത്, അതാണ് സോളാർ എനർജി. അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ്ഡ് ആൻഡ് റേഡിയേറ്റഡ് ബൈ ദ സൺ. ഈ രണ്ട് ഡെഫിനിഷൻസും പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ സോളാർ എനർജിയുടെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോളാർ എനർജി ഒരു ഇൻഎക്സ്ഹോസ്റ്റബിൾ സോഴ്സാണ്. Solar energy can be converted to other forms of energy such as heat and electricity. Wavelength ranging from 0.2 micrometer to 4 micrometer. Solar energy consists 8% ultraviolet radiation, 46% of visible light and infrared radiation. ഈ ഫീച്ചേഴ്സും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഏറ്റവും ഒടുവിലായിട്ട് സോളാർ എനർജി ഉപയോഗിക്കുന്നതിൽ ഉള്ള മേജർ ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാരിയബിൾ മാനർ ഇൻ വിച്ച് ഇറ്റ് അറൈവ്സ് അറ്റ് ദ എർത്ത്സ് സർഫസ്. അതുപോലെ തന്നെ ദ ലാർജ് ഏരിയ റിക്വയർഡ് ടു കളക്ട് ദ എനർജി അറ്റ് എ യൂസ്ഫുൾ റേറ്റ്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അടുത്ത ടോപ്പിക്ക് സോളാർ കോൺസ്റ്റൻറ്റ്. Our next topic is solar constant. എന്താണ് സോളാർ കോൺസ്റ്റൻറ്റ്? ദ റേറ്റ് അറ്റ് വിച്ച് സോളാർ എനർജി അറൈവ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ദ സോളാർ കോൺസ്റ്റൻറ്റ്. അതായത് നമ്മുടെ ഭൂമിയിലേക്ക് സൗരോർജ്ജം വരുന്നുണ്ട്, സോളാർ എനർജി വരുന്നുണ്ട്. ആ സോളാർ എനർജി നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്നതിൻ്റെ ഒരു നിരക്കാണ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര സോളാർ എനർജിയാണ് വരുന്നത്, അതിനെയാണ് നമ്മൾ സോളാർ എനർജി വരുന്നതിൻ്റെ നിരക്ക് എന്ന് പറയുക. അപ്പോൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് ഒരു സെക്കൻഡിൽ വരുന്ന സോളാർ എനർജിയുടെ അളവ് അല്ലെങ്കിൽ വരുന്ന സോളാർ എനർജിയുടെ നിരക്ക്, അതിനെയാണ് നമ്മൾ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് സോളാർ എനർജി അറൈവ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ദ സോളാർ കോൺസ്റ്റൻറ്റ്. ഇനി അതിന് നമ്മൾ ISC എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോളാർ എനർജിയെ നമ്മൾ ISC എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി അതിനെ നമുക്ക് ഇങ്ങനെയും പറയാം. ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിസീവ്ഡ് ഇൻ യൂണിറ്റ് ടൈം ഓൺ എ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ സൺസ് ഡയറക്ഷൻ അറ്റ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സണ്ണ്. അതായത് സണ്ണിൽ നിന്ന് എർത്തിലേക്ക് സോളാർ എനർജി അല്ലെങ്കിൽ സൺലൈറ്റ് വരുന്ന അതിൻ്റെ ഒരു മീൻ ഡിസ്റ്റൻസിൽ, മീൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാത്തിൽ എന്ന് പറയാം നമുക്ക്, അതിൻ്റെ ആ ഒരു പാതയിൽ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ട് യൂണിറ്റ് ഏരിയ എടുക്കുക. എന്താ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയാണ്. 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ലെങ്ത്ത്, 1 മീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ഒരു ഏരിയ നമ്മളിങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ യൂണിറ്റ് ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ റിസീവ് ചെയ്യുന്ന സോളാർ എനർജിയുടെ എമൗണ്ട്, അതിനെയാണ് നമ്മൾ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുക. എന്താണ്? സണ്ണിൽ നിന്ന് എർത്തിലേക്ക് ലൈറ്റ് വരുന്ന മീൻ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ മീൻ പാത്തിൽ നമ്മൾ ഒരു യൂണിറ്റ് ഏരിയ അഥവാ 1 മീറ്റർ സ്ക്വയർ ഏരിയ പെർപെൻഡിക്കുലറായിട്ട് എടുത്താൽ അതിലൂടെ 1 സെക്കൻഡിൽ റിസീവ് ചെയ്യപ്പെടുന്ന സോളാർ എനർജിയെയാണ് നമ്മൾ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുക. ഇനി നോക്കി നോക്കുക, ഈ സോളാർ കോൺസ്റ്റൻറ്റിന് ചില വാല്യൂസിൽ ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും സ്ഥിരമല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നമുക്കറിയാലോ, നമ്മൾ എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത്, പരിക്രമണം ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ അത് സണ്ണിൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെ അടുത്തേക്ക് വരുന്ന കാലഘട്ടത്തിലാണ് സമ്മർ സീസൺ, വേനൽക്കാലം, ചൂടൊക്കെ കൂടുന്നത്. എന്നാൽ ചില ടൈമിൽ അത് അകന്ന് പോവാറുണ്ട്. അതായത് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരു പാത്തിലൂടെയാണ് എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അകന്ന് നിൽക്കുന്ന ആ സമയത്താണ് നമ്മൾ തണുപ്പ് കാലം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സണ്ണ് ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന സോളാർ എനർജിയുടെ അളവ്, അതിന് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് വിളിക്കാം. ആ ആക്ടിവിറ്റിയും ഒരു വർഷത്തിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഈ കാരണങ്ങൾ കൊണ്ട് സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിലും എല്ലാ ഡയറക്ഷൻസിൽ നിന്ന് നോക്കിയാലും അതിന് ഇങ്ങനെ വ്യത്യാസം അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ദ റേറ്റ് ഓഫ് അറൈവൽ ഓഫ് സോളാർ എനർജി വാരീസ് ബിക്കോസ് ഓഫ് ദ സൺസ് ഡിസ്റ്റൻസ് ആൻഡ് ആക്ടിവിറ്റി വാരി ത്രൂ ഔട്ട് ദ ഇയർ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരവും സൂര്യൻ്റെ ആക്ടിവിറ്റി അഥവാ 1 സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയും വർഷം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ സോളാർ കോൺസ്റ്റൻറ്റും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ച് കൂടി പരിഗണിച്ചുകൊണ്ടാണ് സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വാല്യൂ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ ഡയറക്ഷൻസിലേക്കും ഈ സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് 3% വാരി ചെയ്യുന്നതായിട്ട് പരിഗണിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ ഒരു ശരാശരി വാല്യൂ, ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചിട്ടാണ് സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കുക, എല്ലാ ഡയറക്ഷൻസിലും സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഈ ഡിസ്റ്റൻസും ആക്ടിവിറ്റി മാറുന്നതിനാൽ 3% വീതം ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു ശരാശരി വാല്യൂ എന്ന നിലയ്ക്കാണ്, ഒരു ആവറേജ് വാല്യൂ എന്ന നിലയ്ക്കാണ് സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുള്ളത്. സോളാർ കോൺസ്റ്റൻറ്റ് ഈസ് ആൻ ആവറേജ് ഫ്രം വിച്ച് ദ ആക്ച്വൽ വാല്യൂസ് വാരി അപ് ടു എബൌട്ട് 3% ഇൻ എയ്തർ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷൻസിലും 3% വാരിയേഷൻസ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ആവറേജ് വാല്യൂ ആയിട്ടാണ് സോളാർ എനർജി കോൺസ്റ്റൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് വാല്യൂ ഓഫ് സോളാർ കോൺസ്റ്റൻറ്റ് ഇൻ കോമൺ യൂണിറ്റ്സ്. ചില യൂണിറ്റുകളിൽ സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ്, മൂല്യം എത്രയാണ് എന്ന് നോക്കുകയാണ്. നമ്മൾ SI യൂണിറ്റ് ഇവിടെ വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ ആണ്. സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ SI യൂണിറ്റ് വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വരുന്നത് 353 കിലോ വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ. 353 കിലോ വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ അതാണ് വരുന്നത്. ഇനി മറ്റൊരു യൂണിറ്റാണ് ലാംഗ്ലീസ്. നോക്കുക, 1 ലാംഗ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലോറീസ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. കലോറീസ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, അങ്ങനെയുള്ള ഒരു ഏരിയയിൽ റിസീവ് ചെയ്യപ്പെടുന്ന കലോറി ഓഫ് എനർജി, എത്ര കലോറി എനർജിയാണ് അങ്ങനെ ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയിൽ റിസീവ് ചെയ്യപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ 1 ലാംഗ്ലി എന്ന് പറയുക. 1 ലാംഗ്ലി ഈസ് ദ കലോറീസ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള കലോറീസ്. അപ്പോൾ അങ്ങനെ 116.5 ലാംഗ്ലീസ് പെർ അവർ ആണ് സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ടുള്ളത്. 116.5 ലാംഗ്ലീസ് പെർ അവർ, അതാണ് ലാംഗ്ലി എന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സോളാർ കോൺസ്റ്റൻറ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് വേറൊരു യൂണിറ്റാണ് BTU പെർ സ്ക്വയർ ഫീറ്റ്. BTU പെർ സ്ക്വയർ ഫീറ്റ് അതിൽ പറയുമ്പോൾ 429.2 429.2 BTU പെർ സ്ക്വയർ ഫീറ്റ് പെർ അവർ. 429.2 BTU പെർ സ്ക്വയർ ഫീറ്റ് പെർ അവർ.
അപ്പോൾ ഈ രീതിയിലാണ് വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ, ലാംഗ്ലീസ് പെർ അവർ, BTU പെർ സ്ക്വയർ ഫീറ്റ് പെർ അവർ എന്നീ യൂണിറ്റുകളിൽ സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ്. ഇനി നോക്കുക, ഞാൻ പറഞ്ഞു എർത്ത് സണ്ണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമ്മർ സീസണിൽ എർത്ത് സണ്ണിൻ്റെ വളരെ ക്ലോസ് ആണ്. അതുപോലെ വിൻ്റർ സീസണിൽ സണ്ണ് എർത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സണ്ണിൻ്റെയും എർത്തിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിൻ്റെ വാരിയേഷൻസ് പരിഗണിച്ചിട്ട് എർത്തിലെത്തുന്ന സോളാർ റേഡിയേഷൻ്റെ, സൂര്യപ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിലുള്ള വാരിയേഷൻ, തീവ്രതയിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും, ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അത് സോളാർ കോൺസ്റ്റൻറ്റിൻ്റെ ടേമിലാണ്, സോളാർ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ മാറ്റം കാരണം ഭൂമിയിലെത്തുന്ന സോളാർ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിക്ക്, തീവ്രതയ്ക്കുണ്ടാവുന്ന വ്യത്യാസം കാണിച്ചുകൊണ്ട് സോളാർ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. എന്താണ് ആ എക്സ്പ്രഷൻ എന്ന് നോക്കാം. എക്സ്പ്രഷൻ ഇതാണ്: I/ISC ഈക്വൽ ടു 1 + 0.033 cos 360 n divided by 365. I/ISC is equal to 1 + 0.033 cos 360 into n by 365. ഓരോന്നും എന്താ നോക്കുക. I, ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ റീച്ചസ് അറ്റ് എർത്ത് ഫ്രം സൺ. സണ്ണിൽ നിന്ന് ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്, തീവ്രതയാണ് I. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ്. ISC എന്താണ്? സോളാർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി n എന്ന് പറയുന്നത് വർഷത്തിൽ എത്രാമത്തെ ദിവസമാണ് എന്നുള്ളതാണ്. ഡേ ഓഫ് ദ ഇയർ. ലാസ്റ്റ് ദിവസമാണെങ്കിൽ 365 ആയിരിക്കും. ഇനി ആദ്യത്തെ ദിവസമാണെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 200, 300, 1-ൻ്റെയും 365-ൻ്റെയും. ലീപ്പ് ഇയർ ആണെങ്കിൽ 366-ൻ്റെയും ഇടയിൽ ഏത് നമ്പർ വേണമെങ്കിലും ആവാം n. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ റീച്ചസ് അറ്റ് എർത്ത്, ISC സോളാർ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് നോക്കുക. താങ്ക് യു.